മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് പോലെയല്ലല്ലോ മൂവി ക്യാമറ. അവിടെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്, ഡയലോഗ് റെൻഡർ ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിന്യൂറ്റി നോക്കണം, നിങ്ങൾ ഇമോഷണൽ ആർക്കുണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പല പല മീറ്ററുകളുണ്ട് നിങ്ങളുടെ റീൽസിൽ. ഇപ്പൊ അഖിലാണെങ്കിൽ ഈ ഷ്രിങ്ക് ചെയ്ത വോയിസിൽ സംസാരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര വോയിസ് ഉണ്ട്. ഇപ്പൊ ഒരു കോമഡി സീൻ ഡെലിവറി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഇളകി ചെയ്യണം എന്നൊക്കെ പറയുന്ന ഏരിയയില് ആ റീലില് ചെയ്തിട്ടുള്ള അഖിലിനുണ്ടല്ലോ, അതിനെ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് ഇത് ചെയ്യാൻ പറ്റും? അത് എളുപ്പമാണോ? അത് എളുപ്പമല്ല, ഇടയ്ക്ക് തന്നെ കയറി വരും, നമ്മൾ ചെയ്ത് നമുക്ക് കയറി വരും. അപ്പൊ ഈ കാണുന്ന ആൾക്കാര് അസോസിയേറ്റ് കാണും, അസിസ്റ്റന്റ് കാണും, അല്ലെങ്കിൽ ഡയറക്ടർ കാണും, പറഞ്ഞു തരും ഇതുപോലെ കുറച്ച് മീറ്റർ ഉറക്കി ആ സിനിമയ്ക്ക് വേണ്ട സംഭവം ഇടാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മൾ നോർമലി ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് ഏകദേശം കറക്റ്റ് ആവാറുണ്ട്. എങ്ങനെയാ ഇപ്പൊ റീല് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹാൻഡിന്റെ ഒക്കെ ജസ്റ്റിക്കുലേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ പാട്ടിനൊക്കെ ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ പാട്ടിന്റെ ഡബിൾ മീനിങ് കണ്ടുപിടുത്തുന്ന സമയത്തൊക്കെ കുറച്ച് ഒരു പൊടിക്ക് കൂടുതലാണ് ബോഡി മൂവ്മെന്റ്സ് ഒക്കെ. പടത്തിൽ വരുമ്പോ എങ്ങനെയാ അതിനെ സ്വയം തിരിച്ചറിഞ്ഞ്? ഇല്ല, നമുക്ക് ഇതിന്റെ മുന്നേ ഒരു വർക്ക്ഷോപ്പ് വെച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞ എന്താ വെച്ചാല്, ഞങ്ങൾക്ക് ഷാമോനെ വേണ്ട, ഞങ്ങൾക്ക് വർക്കിനെ മതി. വർക്കിനാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ വർക്കിനെ മതി. അപ്പൊ അതിന്റെ മീറ്റർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറക്കണം, അവിടെ കൂട്ടണം, കുറച്ച് ഇവിടെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമ്മൾ അതിലോട്ട് മാറി. ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മളെപ്പോഴും ഒരേ ഒരു പാറ്റേണിൽ അങ്ങനെ റീൽസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങൾക്ക് പെട്ടെന്ന് പാറ്റേണിൽ നിന്ന് മാറാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ ഇപ്പൊ ഞാനൊക്കെ കുറെ ലേഡി ടൈപ്പ് ക്യാരക്ടേഴ്സ് കുറെ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ കിടക്ക അങ്ങനത്തെ സാധനങ്ങൾ വരും, ആക്ഷൻസ് ഒക്കെ അങ്ങനെ വരും. അപ്പൊ ഇവര് അങ്ങനെ ആ സാധനം വേണ്ട, ഈ ക്യാരക്ടർ വേറെയാണ്, അപ്പൊ ഈ ഒരു മീറ്ററിൽ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഈ മീറ്ററിൽ പിടിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം, എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ സിനിമ നടനാവുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവുന്നൊക്കെ പറയുമ്പോഴേ പോപ്പുലാരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുടെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് കിട്ടും, ഫുഡ് തൊട്ട് ഡ്രസ്സ് വരെ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതല്ലാതെ ഈ പ്രൈവസി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അമ്മളി പറ്റിയത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചത്, ഇതൊക്കെ ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. നിങ്ങളപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ ഒരാൾ വന്നിട്ട് ഇതിന്റെ തെറ്റും ശരിയൊക്കെ ചിലപ്പോൾ അതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയുന്നുണ്ടാവും. ഇത് ഉൾക്കൊള്ളാൻ ഇപ്പൊ എളുപ്പമാണോ? ആദ്യമൊക്കെ അത് ഭയങ്കര പാടായിരുന്നു. ആദ്യ സമയം നമ്മൾക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ. എനിക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഒരു ഇതിനെ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്ന് വെച്ചാൽ ആ ഒരു ടൈം പീരീഡ് അത് അപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അതൊരു പെൺകുട്ടി നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് വെറൈറ്റി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് ഡിസ്നി ക്യാരക്ടറിന്റെ വെച്ചിട്ടാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ എങ്കിൽ നമുക്ക് ചെയ്യാം, അത് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നെ ഒരു സമയത്ത് നമുക്ക് അയ്യോ ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് അയ്യോ അന്ന് അത് ചെയ്യാൻ കുറെ ആൾക്കാർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരെ വീട്ടിൽ പറ്റുന്നില്ല, സമ്മതിക്കില്ല, ചിലപ്പോൾ അവർ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് നോക്കുമ്പോ ഇത് അങ്ങനെ ചെയ്യണ്ടല്ലോ എന്നുള്ള രീതിയാവുന്ന സംഭവം. ഈ ഇടയ്ക്കും കൂടി എന്റെ അമ്മ സെക്രട്ടറിയിലെ പോലീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഡ്യൂട്ടി അവിടെ വന്ന സമയത്ത് ഒരു ആന്റി ഇതിനൊക്കെ എന്റെയും വൈഫിന്റെയും ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയേ ഇത് എന്ത് ഇപ്പോഴത്തെ പിള്ളേർ എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മയുടെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അമ്മ അടുത്ത് നിന്നിട്ട് ഇയാളുടെ അമ്മയെ ഞാനെന്ന് അവര് പെട്ടെന്ന് അല്ല മാഡം ഇതെന്തല്ലേ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അതിലാ ഇത് മരുമോളും മറ്റത് മോനുമാണെന്ന് പറഞ്ഞു. പിന്നെ അവര് പെട്ടെന്ന് അയ്യടാന്നായിട്ട്. അപ്പൊ ഈ അമ്മ ഈ ഇടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ അമ്മയ്ക്ക് പിന്നെ ആദ്യം എവിടെയൊക്കെ ഇതിനൊക്കെ ഒരുപാട് നെറ്റീവ് ഉണ്ടല്ലോ അങ്ങനെ പറയാം. ഞാൻ പറയാം എന്റെ ലൈഫാണ്, അത് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, അങ്ങ് പോകുന്നു. അത് ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവർക്കും എന്റെ അതേ ചിന്താഗതി ആക്കി എടുക്കാൻ പറ്റത്തില്ല. സോ അവരെ ഇഷ്ടത്തിന് അവര് പറയട്ടെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, പോവുക. നിങ്ങളൊക്കെ തുടങ്ങിയ ഒരു കാലം ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ആരംഭ കാലഘട്ടം, അതിൽ നിന്ന് ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം മാറിയിട്ട് ഇൻസ്റ്റാഗ്രാം? നല്ലപോലെ മാറി. കാരണം ഈ ഇപ്പോഴ് കരിയർ ആക്കാൻ പറ്റിയ ഒരു തലത്തിലേക്ക് ഇതൊക്കെ വളർന്നു. അന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ഏകദേശം കൊറോണ ടൈം കുറച്ച് മുമ്പൊക്കെ ടൈമൊക്കെ ചെയ്ത് ഇതിനൊന്നും റിട്ടേൺ കിട്ടുമെന്ന് അറിയത്തില്ല. കുറച്ച് ആൾക്കാർ വീഡിയോസ് കാണുമായിരിക്കും, റിട്ടേൺ കിട്ടുന്നതിന് കമ്പനീസിന് മാത്രം, അതായത് ഇൻസ്റ്റാഗ്രാം ഡോണേഴ്സിനൊക്കെ നമുക്കൊന്നും കിട്ടത്തില്ലായിരുന്നു. അവിടുന്ന് പക്ഷെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയായിട്ട് ഇത് വളർന്നു, ഒരു കരിയർ ഉള്ള മേഖലയായിട്ട് വളർന്നു. അത് ഇൻസ്റ്റാഗ്രാം റീല് വന്നതിന് ശേഷം പക്ഷെ ടിക്ടോക്ക് ഇപ്പൊ പുറത്തൊക്കെ നല്ല ഇത് കൊടുക്കുന്ന പ്രൊമോഷൻസ് കിട്ടുന്ന പ്ലാറ്റ്ഫോം മാർക്കുണ്ട്. അതേപോലെ റീലും ഇപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡായിട്ട് മാറി. എന്തൊക്കെയാ പണ്ട് ഇൻസ്റ്റാഗ്രാം ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഇപ്പൊ ഏറ്റവും അവസാനം ചിലപ്പോ എടുത്തു നോക്കിയാൽ അപ്പം ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. എത്രമാത്രം മാറിയുണ്ട് ഇൻസ്റ്റാഗ്രാം? എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് റീൽസ് ഇല്ല, അന്ന് പോസ്റ്റ് ആയിരുന്നു. അന്ന് നമുക്കൊരു വീഡിയോ പോസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ.
ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം എടുത്തത്. അതുവരെ FB ഉണ്ടായിരുന്നുള്ളൂ. 2017 ഇൻസ്റ്റാഗ്രാം എടുത്തത്. 18 മുതലാണ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അന്ന് ഇതേപോലെ റീൽസ് ഒന്നും വന്നിട്ടില്ല. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യും, പോസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന പോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അങ്ങനെ റീച്ച് ഒന്നും ഇല്ല. നമ്മളെ കോളേജിലത്തെ ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ നാട്ടുകാരനെ കണ്ടിട്ട് അവര് കമന്റ് ചെയ്യും. പിന്നീട് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ ഒക്കെ വന്ന് അങ്ങനെയാണ് റീച്ച് വന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്ക് കൂടുതൽ വന്നത്, റീൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നത്. അങ്ങനെ മാറ്റം എന്ന് പറയാന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ വ്യൂവേഴ്സ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് വന്ന്. പണ്ട് ഇപ്പൊ റീൽസിന്റെ ലെങ്ത് ആണെങ്കിൽ പോലും ഒരു 30 സെക്കൻഡ്, തുടക്കം 15 ആയിരുന്നു, പിന്നെ 30, 60 മിനിറ്റ് ആണ്. അപ്പൊ 3 മിനിറ്റ് ഒക്കെ ആയി. വിചാരിച്ചിട്ടുണ്ടോ ഷാമോൻ തന്നെ ഓൺലൈൻ മീഡിയ കളിയാക്കും, ഇനി നാളെ ചിലപ്പോ വനിതയിൽ പടം ഇറങ്ങുമ്പോ ഷാമോൻ ആ ഓൺലൈൻ മീഡിയയിൽ തന്നെ വരും? അങ്ങനെ വിചാരിച്ചിട്ടാ? ഇല്ല, ഞാൻ അങ്ങനെ കളിയാക്കിയിട്ട് എല്ലാ മീഡിയക്കാരും ഞാൻ കളിയാക്കിയിട്ടില്ല. അതായത് ചില ആൾക്കാർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു, അവരുടെ തുടക്കത്തിലൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു തരത്തിലൊക്കെ പോയപ്പോ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ആംഗിൾ വെച്ച് വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കുറെ ആൾക്കാർ തുടക്കത്തിൽ ഇട്ടോ. ഇപ്പൊ അവരെല്ലാരും നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കത് കണ്ടോ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കെതിരെ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ്, ഞാൻ ഒരു പക്കാ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം ചെയ്തത്. അതെ, അങ്ങനെ ഒരു സംഭവം ചെയ്തു. അത്ര ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നമുക്കൊന്നും മനസ്സിലാവാത്ത ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേരി തിരിഞ്ഞിട്ടുള്ള പോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആളുകൾ കുറ്റമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്, പോലീസിന്റെയും കോടതിയുടെ ഒക്കെ പോലെ. അതുപോലെ അപ്പുറത്തെ സിനിമകൾ ആണെന്ന് പറഞ്ഞിട്ട് ആളുകള് ഷോർട്ട് ഫിലിംസിനേക്കാളും പോലും നിലവാരമില്ലാത്ത കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിട്ട് സ്പെഷ്യലൈസ് ആയിട്ട് കുറെ ആക്ടേഴ്സ് കൊച്ചി ബേസ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ സന്ദീപ്? ഞാൻ എല്ലാം കാണാറുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ, അപ്പൊ എല്ലാ വിഷയങ്ങളും, എല്ലാ ചർച്ചാ വിഷയങ്ങളും എല്ലാം കാണാറുണ്ട്. പിന്നെ നമ്മളെ വഴിക്ക് അങ്ങ് പോവുക, നമുക്ക് എന്താണ് ആവശ്യം അതങ്ങ് ചെയ്തങ്ങ് പോവുക എന്നുള്ളതാണ് എന്റെ പോളിസി. ഈ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന സമയത്തെ ഇപ്പൊ ഈ അഭിനയം എന്ന് പറയുന്ന ഒരു ഏരിയ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ടായത്. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ അവിടുത്തെ നായകനന്മാരെക്കാളും വാല്യൂ ഉണ്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിന്. അവരെ ഇന്ന് മാൾ ഇനാഗുറേഷൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരാണ് പലപ്പോഴും പലതിന്റെയും ബ്രാൻഡ് അംബാസിഡേഴ്സ് ഒക്കെ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത്രയും വാല്യൂ ആയി തുടങ്ങിയിട്ടില്ല. വാല്യൂ എന്ന് വെച്ചാൽ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ ഈ പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ മിക്കവാറും റീലിടുന്ന ഒരാളെങ്കിലും കാണുന്നുണ്ട്. അത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കൂടിയപ്പോ ആൾക്കാരുടെ കാണുന്നവരുടെ എണ്ണം കൂടി, അപ്പൊ പോപ്പുലാരിറ്റി കൂടുന്നതുകൊണ്ട് തോന്നുന്നതാണ്. മാത്രമല്ല ഈ കുട്ടികളുണ്ടല്ലോ, പണ്ടേ കുട്ടികൾക്ക് മാക്സിമം ഫോണൊക്കെ കൊടുക്കുക. ഇപ്പൊ വന്നിട്ട് കുറെ ആൾക്കാർ മാറി ഫോൺ കൊടുക്കാതെ ടിവിക്കകത്ത് യൂട്യൂബ് കാണിക്കും. ടിവിക്കകത്ത് യൂട്യൂബ് ഇടുമ്പോൾ അവര് കാണുന്ന വീഡിയോസ് ഇതൊക്കെയാ. ഒരു കൊച്ചുകുട്ടി എടുത്ത് പോയിട്ട് ഈ പറഞ്ഞ വലിയ നടന്മാരെ കുറിച്ച് അവർക്ക് അറിയത്തില്ല, കാരണം സിനിമ കാണുന്നില്ല. അവരാദ്യം ആകെ കാണുന്നത് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഫേസുകൾ മാത്രമായിരിക്കും. അതെ, അതുകൊണ്ട് വരാം. മാത്രമല്ല സിനിമക്കാർ അത്രയും ഒരിക്കലും ആ ഒരു പോപ്പുലാരിറ്റിയിലോട്ട് എത്താൻ പറ്റത്തില്ല. അത് സിനിമ ലാസ്റ്റ് നമ്മളൊരു കാണുമ്പോൾ പറയുന്നത് എത്ര വലിയ രീതിയിൽ ആയാലും പറയുന്നത് ഇൻഫ്ലുവൻസർ ആ ഒരു ബാൻഡിൽ അറിയത്തുള്ളൂ.